വേടൻ പറഞ്ഞപ്പോ വേടൻ വെറുതെ ഫേമസ് ആവാൻ വേണ്ടി പറഞ്ഞതാണ് അഖിൽമാരാർ പറഞ്ഞത്. അവനൊന്നും അനുഭവിച്ചിട്ടുണ്ടാവില്ല എന്നും കുറെ നാറികൾ പറയുകയും ചെയ്തു. പക്ഷെ നിതിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ പഠിച്ചിരുന്ന പയ്യൻ ഒരുപാട് കഷ്ടപ്പെട്ട് എൻട്രൻസ് എഴുതി ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ച് പഠിച്ച് മുന്നോട്ട് പോയ ഒരു വ്യക്തി നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും അധിക്ഷേപം നേരിട്ടതിനെ തുടർന്ന് സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി മരണപ്പെട്ട, അങ്ങനെ മരണം എന്ന് പറയാൻ കഴിയില്ല, കൊന്നു എന്ന് പറയേണ്ടി വരും. ഡോക്ടർ റാം, അതേപോലെ തന്നെ സംഗീത നമ്പ്യാർ. എന്റെ പൊന്ന് നമ്പ്യാരെ, ജാതിയുടെ പേരിലും നിറത്തിന്റെ പേരിലും ഒരു പയ്യൻ ഇല്ലാണ്ടാക്കിയപ്പോൾ സന്തോഷമായില്ലേ? രണ്ടുപേരുടെയും ഫോട്ടോ ഞാൻ താഴെ വെച്ചിട്ടുണ്ട്. ഫോട്ടോ ആരും കണ്ടില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്, നോക്കാം. ഇനിയും ഇത്തരം കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴാൻ പാടില്ല. വി ശിവൻകുട്ടി സാറേ, വിദ്യാഭ്യാസ മന്ത്രിയോടാ പറയാനുള്ളത്. അവരെ വെറുതെ സസ്പെൻഡ് ചെയ്യുകയാണോ വേണ്ടത്, അതോ ഡിസ്മിസ് ചെയ്യാണോ വേണ്ടത്? കൊലക്കുറ്റത്തിന് കേസ് എടുക്കുകയല്ലേ വേണ്ടത്? ഫോട്ടോ കാണിക്കാൻ പലരും ഭയപ്പെടുന്നു. എന്തിനാന്ന് എനിക്കറിയില്ല. ഞാൻ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്, ഒരു ഭയപ്പാടും എനിക്കില്ല. മരണപ്പെട്ടു പോയ പയ്യന്റെ ലൈഫിനേക്കാൾ വാല്യൂ ഒന്നും ഞാൻ ഈ പറയുന്ന രണ്ടുപേർക്കും കൊടുക്കുന്നില്ല. കാരണം ഒരുപാട് ആളുകൾ അത് ചെയ്തിട്ടുണ്ടാകാം. ജാതിയുടെയും നിറത്തിന്റെ പേരില് കൂലിപ്പണിക്കാരായ മാതാപിതാക്കള് അവരെ കഷ്ടപ്പെടുത്താതെ എങ്ങനെയെങ്കിലും ഉന്നതിയിലെത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻട്രൻസ് കഷ്ടപ്പെട്ട് എഴുതി ഡെന്റൽ കോളേജിൽ പ്രവേശനം നേടുന്നു, ഡോക്ടർ ആവണം എന്ന ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. ഒരുപാട് ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളതാണ്. പല ആളുകളും ഇപ്പൊ ആ കോളേജുമായി ബന്ധപ്പെട്ട് കണ്ട് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മരിക്കുന്നതിന് മുൻപ് നിതിൻ അയച്ച കുറച്ച് ശബ്ദ സന്ദേശങ്ങളൊന്ന് കേൾക്കാനുണ്ട്. ഇന്നലെ കൊറേ നടന്നിട്ടുണ്ട്. നമ്മള് മറ്റേ ഇതിന്ന് ഇറങ്ങിയല്ലോ, ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ. അതിനുശേഷം എൻ്റെ അടുത്താണ് യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിൻ്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരുമോ. ഞാൻ പറഞ്ഞു സാറേ അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സംഗീത മാം എല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കണം. അപ്പോൾ അജീഷ മാം പറഞ്ഞു നിതിൻ കൂളെന്ന് പറഞ്ഞു. ഇല്ല ഇന്നലത്തോടെ അയാളുടെ വിലയെല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറേ പേര് വിളിച്ചിട്ട് നിതിനെ നീ ആൺകുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാവരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. എടാ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു പേരെടുക്കാൻ ഒന്നിനു വേണ്ടിയിട്ടില്ലായിരുന്നു. ഇന്നലെ ശരിക്കും നിങ്ങളെന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ്സും ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീപ്പിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എന്താ സർപ്രൈസായിട്ട് കൊടുത്തേക്കാൻ. അതുപോലെ എന്താ ഇൻസൾട്ട്, ഓക്കെ ഞാൻ ക്ഷമിച്ചു, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, ഒന്നറ്റ ക്ഷമിച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓരോ കുട്ടികളെയും പേപ്പർ കൊടുത്ത് വായിച്ചു നടന്ന് ചെയ്യിക്കുന്നു, അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞ്. ഇത്ര ബോൾഡായി ഈ പയ്യൻ അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവന്റെ സുഹൃത്തുക്കളും അച്ഛനും അത് തന്നെയാണ് പറയുന്നത്. ഇനി ആരെങ്കിലും അവനെ ഉപദ്രവിച്ച് താഴെ ഇട്ടതാണോ എന്നൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ്. ഇവിടെ റാം എന്ന് പറയുന്ന ഒരു ടീച്ചറോ ആരാണ് അവൻ, ശരിക്കും ഗുണ്ടയാണെന്ന് ചോദിക്കാനുള്ളത്. സ്റ്റുഡൻസിന്റെ കൈയും കാലം അടിച്ച് മുറുക്കി എന്നൊക്കെ പറയുന്നു. ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള മാർക്കുകൾ മനഃപൂർവ്വം വെട്ടിക്കുറയ്ക്കുന്നു. എന്ത് ഊളത്തരങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ. ഇപ്പൊ നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് റാഗിങ്, നിറത്തിന്റെ പേരിലെ വിവേചനങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, വേടനെ കുറിച്ചിട്ട് BJP-ക്കാർ അടിച്ചിറക്കിയ കാര്യങ്ങൾ നിങ്ങൾ കേട്ടതായിരിക്കുമല്ലോ. വേടൻ വെറുതെ പേരെടുക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്നതാണെന്നുള്ളത്. അങ്ങനെയല്ല. ഏതോ ഒരു വീട്ടിൽ ജോലിക്ക് പോയ ഒരു പാവ സ്ത്രീയെ വീട്ടിൽ നിന്ന് മാല മോഷ്ടിച്ചു എന്ന് കള്ളപ്രചരണം ആരോപിച്ചുകൊണ്ട് കള്ളക്കേസ് കൊടുത്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് ഒരു ദിവസം മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ ഇട്ട് അവരെ ഉപദ്രവിച്ച് കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിലെ വെള്ളം കുടിക്കാൻ കൊടുത്ത കഥ നമ്മൾ കേട്ടതാണ്. അതൊക്കെ ഈ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ്. ജാതിയുടെ പേരിൽ വിവേചനം ഇല്ല എന്ന് പറയുന്ന ആളുകൾ നിങ്ങളത് നേരിടാത്തത് കൊണ്ടാണ് അത് പറയുന്നത്. നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപങ്ങൾ നിങ്ങൾക്ക് നേരിടാത്തത് കൊണ്ട് നിങ്ങൾ പറയുന്നു ഇല്ല എന്നുള്ളത്. വേണമെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ആണ്, കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടോക്കി. നിങ്ങൾ കമന്റ് ഒക്കെ ഒന്ന് കണ്ടു നോക്കണം. ഞാൻ ഇന്നലെ വോട്ട് ചെയ്യാൻ പോയ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഒരുങ്ങിയിട്ടില്ല, റോ ആണ് ആ വീഡിയോ. പിന്നെ ഞാൻ കറുത്ത കളറാണ്, ഞാൻ ബ്ലാക്ക് ആണ്, ഞാൻ ഒരിക്കലും വെളുത്ത സുന്ദരിയായിട്ട് ഒരു പെൺകുട്ടിയൊന്നും അല്ല. അപ്പം മേക്കപ്പ് ഒന്നും ഇല്ല, സാധാ ഒരു വീഡിയോ. അതിന് വന്ന ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്ന കമന്റ്സ് ആണ് ഇത്രയും. കുറച്ചധികം ആണുങ്ങൾ ഇപ്പോഴും പെണ്ണിന്റെ സൗന്ദര്യം നിറത്തിലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇൻഫാക്ട് ചില പെണ്ണുങ്ങളും അതുപോലെ തന്നെയാണ്.
എൻ്റെ അച്ഛൻ ആക്ച്വലി ഓൾമോസ്റ്റ് 2 ആഴ്ച ആവുന്നു. ഹി പാസ്ഡ് അവേ, മരിച്ചുപോയി. അതുകൊണ്ടിട്ട് എനിക്ക് പേഴ്സണലി ഞാൻ അതിനുശേഷം ഒരുങ്ങിക്കെട്ടി പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് എങ്ങും ഉണ്ടായിട്ടില്ല. ഒരുങ്ങാൻ തോന്നിയില്ല, ഒരുങ്ങിയില്ല. കാരണം എനിക്ക് വീട്ടിലാണെങ്കിൽ ഞാൻ ബോൾഡായിട്ട് നിൽക്കുക. എല്ലാവരുടെ മുമ്പ് ഞാൻ ബോൾഡായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ തന്നെ എനിക്ക് അറിയത്തുള്ളൂ. അങ്ങനെ സത്യം പറഞ്ഞാൽ സാക്ഷര കേരളം എന്ത് സാക്ഷരതയാണ് നിങ്ങൾക്കൊക്കെ ഉള്ളത്? ഈ കളർ ഡിസ്ക്രിമിനേഷൻ ഞാൻ പണ്ട് മുതലേ ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യം. സ്കൂളിലായിരുന്നപ്പോഴാണേലും സുന്ദരികളായ പെണ്ണുങ്ങളെല്ലാം ഒരു ഫ്രണ്ട് സർക്കിൾ, എവിടെമാരും നമ്മളോട് മിണ്ടത്ത് പോലും ഇല്ല. അതുപോലെ തന്നെയാണ് ആൺപിള്ളേർ നമ്മളുടെ അടുത്ത്. കളറില്ലല്ലോ. ഇതിപ്പം വളർന്നു വന്നപ്പോൾ ഇതൊക്കെ തന്നെ. ഞാൻ കറുത്തതാണ് ബ്രോ, ഞാൻ കറുത്ത തന്നെയാണ്. കറുത്ത സ്കിന്നിലുള്ള എന്നെ കാണാൻ പറ്റുവാണെങ്കിൽ എന്നെ ഫോളോ ചെയ്തതില്ല, അൺഫോളോ ചെയ്ത് നോക്കും. എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് മറ്റേ നീയൊക്കെ ആഗ്രഹിക്കുന്ന പോലെ വെളുത്ത ക്യൂട്ട് പെണ്ണായിട്ട് ഞാനതല്ല. ഞാൻ ജനിച്ചത് കറുത്തതായിട്ടാ. എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റൂ. എൻ്റെ അച്ഛൻ്റെ വേർപാടിൽ എനിക്ക് ഒരുങ്ങാൻ തോന്നിയില്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഒരുങ്ങാൻ തോന്നിയില്ലെങ്കിൽ എനിക്ക് ഒരുങ്ങാൻ തോന്നില്ല. സിമ്പിൾ. നേരിട്ടും അല്ലാതെയും ഒക്കെ ഇവിടെ ഈ നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മരണപ്പെട്ടു പോയ നിതിന്റെ ചേച്ചി പറഞ്ഞും കൂടി നിങ്ങൾ കേൾക്കണം. സത്യത്തിൽ ഇയാൾക്ക് എന്തെങ്കിലും ഭ്രാന്ത് ഉണ്ടോന്ന് നോക്കണം കേട്ടോ. ഈ ഡെന്റൽ കോളേജിൽ വന്ന് പെട്ടതാണോ, കുതിരവട്ടത്തേക്കാണോ ശരിക്കും കൊണ്ടുപോകേണ്ടിയിരുന്നത് എന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണെന്നുള്ളതാണ്. ചിലപ്പോൾ അങ്ങനെയാവാൻ സാധ്യതയുണ്ട്. ചിരിച്ചില്ലെങ്കിൽ തല്ല്, പട്ടി എന്നൊക്കെ വിളിക്കുക, പുഴുത്ത പട്ടി. എന്തൊക്കെ വൃത്തികേടുകളാണ് ഈ നിന്റെ വായിൽ ഒരുപാട് വരുന്നുണ്ട്, പറയാതിരിക്കുകയാണെന്നുള്ളതാണ്. ഇങ്ങനെയുള്ള അധ്യാപകരെയൊക്കെ എന്താ ചെയ്യേണ്ടെന്നറിയോ? ജീവിതകാലം മുഴുവൻ അവർക്ക് അധ്യാപനം നടത്താൻ കഴിയാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ നിയമങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത തന്നെ ഇവർ സിമ്പിളായിട്ട് ജാമ്യത്തിൽ ഇറങ്ങി നാളെ നടക്കും എന്നുള്ളതാണ്. ആ പയ്യന്റെ ശബ്ദ സന്ദേശങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ടീച്ചേഴ്സ് അവനെ കാണിച്ചത്. പിന്നെ മറ്റൊരു പദം അവ ഉപയോഗിച്ചു സ്റ്റാഫ് റൂമിനെ കുറിച്ചിട്ട്, ചോദ്യം ചെയ്യുന്ന സ്ഥലമാണ് അത്രേ. കൊള്ളാം. ഇനി നിതിന്റെ കോളേജിലെ ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കണം. അവൻ്റെ മാത്സ് ടീച്ചറാണ്. നല്ല കുട്ടിയായിരുന്നു, സ്കൗട്ട് ലീഡറായിരുന്നു, നല്ല മിടുകൊടുക്കനായ കുട്ടിയായിരുന്നു. നല്ല സ്വഭാവം എന്ന് വെച്ചാൽ നല്ല സ്വഭാവമുള്ളൊരു കുട്ടിയായിരുന്നു. ഒരു 5-6 മാസം മുമ്പ് ഞാൻ കണ്ടായിരുന്നു. കുഞ്ഞിനോടൊന്ന് പറയണ്, ടീച്ചർ എനിക്ക് ഡോക്ടറാവണം, എനിക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യണ്, എനിക്ക് BDS കിട്ടി ഞാൻ പോവും എന്ന് പറഞ്ഞ് അവസാനമായിട്ട് അതാണ് ഞാൻ കാണുന്നത് ഈ കുഞ്ഞിനെ. ഇപ്പം ഇതാ ഇങ്ങനെ, എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ല. +2 അവൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. കൊറോണ ബാച്ചായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം ഓൺലൈൻ ക്ലാസ്സാണ് എടുത്തിരുന്നത്. എന്നിട്ട് പോലും അവനെ എനിക്ക് നല്ലവണ്ണം പരിചയമായിരുന്നു. കാരണം ഓൺലൈൻ ക്ലാസ്സിൽ കുറേ കുട്ടികളൊന്നും വലിയ ശ്രദ്ധിക്കാതിരുന്നപ്പോഴും ഇവൻ എല്ലാം അറ്റൻഡ് ചെയ്ത് സംശയമെല്ലാം വിളിച്ച് ചോദിക്കും, അന്നേരം ചോദിക്കും. അതും കഴിയാത്തത് പിന്നീട് ഫോൺ വിളിച്ച് ചോദിക്കുമായിരുന്നു. അങ്ങനെ ഒരു നല്ല കുട്ടിയായിരുന്നു. പഠിക്കാൻ നല്ല താല്പര്യത്തോടെ എല്ലാം ചെയ്യുന്ന കുട്ടിയായിരുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പയ്യന് നീതി കിട്ടുമെന്നുള്ളത്? എനിക്കൊരു പ്രതീക്ഷയില്ല. കാരണം ഒരുപാട് തെളിവുകളോട് കൂടിയിട്ട് തന്നെ സിദ്ധാർത്ഥിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. ഒരുപാട് തെളിവുകൾ ഉണ്ടായിട്ട് പോലും ആ അധ്യാപകരെയൊക്കെ വെറുതെ വിടുന്നു. കക്കൂസിലെ വെള്ളം പോലും കുടിപ്പിച്ച ഒരു പയ്യനെ റാഗ് ചെയ്ത് കൊന്നത് നിങ്ങൾക്ക് അറിയില്ലേ? അവനെതിരെയും തെളിവില്ല എന്ന് പറഞ്ഞ് വെറുതെ വിടുന്ന ആളുകളെയൊക്കെ. അതേപോലെ തന്നെ സ്വന്തം കൂട്ടുകാരനെ കൂടെ ഓടി നടന്ന് കളിച്ച് നടന്നിരുന്ന ഒരു പാവം പയ്യനെ, ഷഹബാസ് എന്ന് പറയുന്ന പയ്യൻ, 5 പേര് ചേർന്ന് 5 പയ്യന്മാർ ചേർന്ന് കൊന്നിട്ടോ. എന്ത് നീതിയാണ് കിട്ടിയത്? ഇവിടെ നീതി ഒന്നും കിട്ടാൻ പോകുന്നില്ല. വേടൻ പറഞ്ഞ വാക്കുകള് അതും എന്നും ഉച്ചത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പാണനല്ല എന്ന് തുടങ്ങുന്ന ആ പാട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? തമ്പുരാനാണേൽ ഒരു മുടിയുമില്ല. അത് എന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ ഇതിനെ ഏത് രീതിയിലാണ് കാണുന്നത്? ഇവിടെയുള്ള മനുഷ്യന്മാര് നമ്മളെ ഏത് രീതിയിലാണ് തരം തിരിച്ചിരിക്കുന്നത്? ഇതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നം കഴിക്കണം. അന്നം കഴിക്കാത്ത ആളുകൾക്ക് ഇതൊന്നും ഒരു വിഷയമാവില്ല എന്നുള്ളതാണ്. നിതിന് നീതി കിട്ടുന്നത് വരെ നമ്മൾ ഫൈറ്റ് ചെയ്യും. 2-3 ദിവസം ഇവിടെയുള്ള മാധ്യമങ്ങൾ ചർച്ചയും ഒഴിവാക്കും. പല കേസുകളും അങ്ങനെ തന്നെയാണെന്നുള്ളത്. പുതിയതിന് പിന്നാലെ അവർ ഓടിക്കൊണ്ടിരിക്കും. അവർക്ക് വേണ്ടത് സാമ്പത്തിക നേട്ടം മാത്രമാണ്. നമ്മൾ സാമ്പത്തിക നേട്ടത്തിന് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ കൂട്ടത്തില് നമ്മൾ പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞ് സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ടാണ് എന്നുള്ള ബോധം അത് നമ്മളെ ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ്. പലപ്പോഴും ഭീഷണികൾ നമുക്ക് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്.
എല്ലാ വീഡിയോയിലും റവന്യൂ കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു തെറ്റായ ഒരു ബോധവും പല ആളുകൾക്ക് ഉണ്ട്. അത് തെറ്റ് തന്നെയാണ്. പല വീഡിയോസും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിലവിൽ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു തേങ്ങയില്ല. കാരണം നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക തന്നെ വേണം. ഈ പയ്യന് നീതി നേടിക്കൊടുക്കുക തന്നെ വേണം. പല ആളുകളും ആ ടീച്ചേഴ്സിന്റെ ഫോട്ടോ പുറത്തു വിടാൻ മടിക്കുന്നു. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോ ആ അമ്മയുടെ അച്ഛന്റെയും കരച്ചിൽ കണ്ടപ്പോ പ്രതികരിക്കാൻ കഴിയാതെ ആകെ അവശനായി നിന്നതാ. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോ തീർച്ചയായിട്ടും പറയേണ്ട സമയങ്ങൾ പറയേണ്ട ഇടത്ത് തന്നെ പറയണമെന്ന് എനിക്ക് തോന്നി. ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് പല സ്ഥലങ്ങളിലും. എന്നാൽ ടീച്ചേഴ്സ് മാത്രമല്ല, പല മേഖലകളിലും പല തെമ്മാടികളുണ്ട് എന്നുള്ളതാണ്. ജാതിയുടെയും നിറത്തിന്റെയും വർണ്ണത്തിന്റെയും എന്തിനു പറയുന്നു, അവന്റെ സ്റ്റാറ്റസ് പോലും നോക്കിയിട്ട് ഉപദ്രവിക്കുന്ന ആളുകളുണ്ട്. ഇവന്റെ അച്ഛൻ കൂലിപ്പണിക്കാരനാണോ? ഓ, ഇവന്റെ അമ്മ കൂലിപ്പണിക്കാരിയാണോ? ഓ, എന്നാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള ബോധം പോലും ഇവറ്റകൾക്കില്ല എന്നുള്ളതാണ്. പരമാവധി ഷെയർ ചെയ്യുക. നാറിയുടെ മോന്ത എല്ലാവരും കാണട്ടെ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.